വെള്ളം കൂടിപ്പോയോ? നീ വെള്ളം ഒഴിച്ചാ? അല്ല കുഴപ്പമില്ല, ഓക്കെ ആണ്. അതെ അതെ, ഇവിടെ ഉണ്ടാക്കിയ കടയിൽ കിട്ടുന്ന ഓക്കെ അടിപൊളിയാണ്. ഇനി ഞാനില്ല, എനിക്ക് പേടിയാ. അപ്പൊ ഗായ്സ് നമുക്ക് അടുത്ത വീഡിയോ ജീവനും കൊണ്ട് രക്ഷപ്പെടണം. നമ്മളിന്ന് പതിവിനും വിപരീതമായ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യാത്ത കാര്യങ്ങളാണ് കുക്കിംഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സാധാരണ എന്റെ കുക്കിംഗ് കഴിച്ചാൽ നമ്മള് നിങ്ങൾ കണ്ടല്ലോ നമ്മളെ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത തലപ്പാക്കട്ടി ബിരിയാണി. അതേപോലെ അത് പിന്നെ കഴിച്ച് സെറ്റായി. അവസാനം ബിരിയാണി കഞ്ഞി പോലെയായി, കഞ്ഞി ബിരിയാണി. അത് കഞ്ഞി ബിരിയാണി. ബട്ട് ഇതെങ്കിലും സെറ്റ് ആകുമെന്ന് വിചാരിച്ചു. ഇതെന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സാധനമാണ്. എന്തായിരുന്നു? ബൺ മാസ്ക് വിത്ത് ഇറാനിയൻ ടീ അല്ലേ? ഇന്നൊക്കെ ഇപ്പോൾ ഞാൻ വൈകിട്ട് വന്ന് മര്യാദക്ക് ജിമ്മിൽ പോകുമ്പോ എന്നെ പിടിച്ച് വലിച്ച് ഇപ്പൊ വീഡിയോ എടുപ്പിക്കുന്നത് എനിക്ക് ഉറക്കവും വരുന്നു. അപ്പൊ ഈ സാധനം ഇവിടെ എന്തോ നാടകം ചെയ്യാനുണ്ടോ, ഇൻട്രോ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇൻട്രോ കൊടുത്തു. ഇതാണ് നമ്മൾ ബൺ മാസ്ക് ഇറാനിയൻ ചായയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാൻ നോക്കട്ടെ. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബണ്ണാണ് ഗായ്സ്. അത് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ബണ്ണ് കഴിക്കാം. അപ്പൊ നിങ്ങൾ എത്ര ആൾക്കാരാണോ അത്ര ആൾക്കാർക്ക് ഞങ്ങൾ 2 പേരായോണ്ട് 2 ബൺ എടുക്കാം. പക്ഷെ എക്സ്പയറി കഴിയുന്നതുകൊണ്ട് 4 ബണ്ണ് എടുക്കും. നീ 2 ഞാൻ 2. അപ്പൊ വൈകിട്ട് ചോറ് വേണ്ട. പിന്നെ മറ്റേ ഈ സൂത്രം കണ്ടൻസ്ഡ് മിൽക്ക്. യെസ് ഗൈസ്, നമ്മൾക്ക് പിന്നെ വേണ്ട ഒരു കണ്ടന്റ് ആണ് കണ്ടൻസ് മിൽക്ക്. ഇത് നമുക്ക് ഇറാനി ചായയുടെ കൂടെയും വേണം, ആൻഡ് ഇത് ബണ്ണിന്റെ കൂടെ നമുക്ക് വേണം, കേട്ടല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ ബട്ടർ. ഇവനെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ആവശ്യമായിട്ടുള്ളത് ശരീരത്തിന് വളരെ നല്ലതാണ് ഗൈസ്. ആൻഡ് രാവിലെ നമ്മൾ ഒരു നെയ്യ് കഴിക്കാൻ നമ്മൾ വെളുത്തുടുക്കും എന്നെ പോലെ. ഓക്കെ ഗൈസ്, അത് ഗൈസ് നമ്മൾ ആക്ച്വലി വീട്ടിൽ അങ്ങനെ എന്താണ് കോക്കനട്ട് ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ മൊത്തം നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എണ്ണയ്ക്ക് ചിലവില്ല. 6 മാസം കൊണ്ട് 1 ലിറ്റർ എണ്ണയ്ക്ക് ഞങ്ങൾ മേടിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ നെയ്ക്ക് നല്ല ചിലവാണ്. അതെ ഗൈസ്. അപ്പൊ നമ്മള് ചായ വെച്ചാൽ ഇപ്പൊ ചായ വെക്കണോ? ഇറാനി ചായക്കുള്ള ഇറാനിയൻ ചായ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് 2 പേർക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാൻ മേല. ഓക്കെ, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി മതി എന്നാ തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഇതെന്തായാലും സെറ്റ് ആക്കാം. അറിയാവുന്നതാണോ? വെക്കും. നമ്മൾ കുറച്ച് വെള്ളം എല്ലാ പരീക്ഷണങ്ങളും ഞാൻ ആദ്യം കഴിക്കുന്നതാണ്. ഈ പരീക്ഷ എനിക്ക് കഴിച്ച പേടിയുണ്ട്. ഇനി നമ്മള് കുറച്ച് തേയിലപ്പൊടി തീർന്നേ വാങ്ങിക്കണേ. തേയിലപ്പൊടി ഇല്ലാത്ത ഇറാനിയൻ ചെയ്യായിരിക്കും. അല്ല, തേയിലപ്പൊടി ഇതും കൂടെ വെറും ഷോ ഓഫ് മാത്രം. ഇത് ഉണ്ടാക്കാൻ ഞങ്ങൾ കഴിക്കാൻ നല്ല കട്ടിക്ക് വേണം നമ്മൾ ചായപ്പൊടി ഇടാം. അപ്പൊ നമ്മൾ ചായപ്പൊടി ഇതിട്ടാകുന്നുണ്ടോ? എന്റെ മോളെ എന്താണ് കുറേയിട്ട് അത് നമ്മൾ കറുത്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? നമ്മള് കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് നെയ്യ് വെക്കുകയാണ് ഗൈസ്. ഇവിടെ ഇച്ചിരി ചായ തൂളി ഇച്ചിരി വൃത്തിയൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വൃത്തിയാക്കാറൊന്നുമില്ല കേട്ടോ. കുറെ പേരൊക്കെ കമന്റ് ചെയ്യാറുണ്ട് അത് തലയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. തറയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. നമ്മളെന്താണോ നമ്മളതങ്ങ് കാണിക്കുക, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമ്മൾ ഈ ബണ്ണ് 2ആയിട്ട് ഇങ്ങനെ മുറിക്കണം. ഓക്കെ, അയ്യോ മുറിക്കണ്ടായിരുന്നു, സോറി തെറ്റിപ്പോയി. മുറിക്കണ്ട. ഇത് നമ്മളിങ്ങനെ അപ്പുറം ഇപ്പുറം നമ്മളിങ്ങനെ വെച്ച് നമ്മള് തൂക്കണ്ടേ. അതായത് നമ്മളിങ്ങനെ നെയ്യ് വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം. ഓക്കെ, മുറിക്കണ്ട കേട്ടോ ഗൈസ്. ഇപ്പൊ മുറിക്കേ ചെയ്യല്ലേ കേട്ടോ. ഞാനത് ഒരു ഐഡിയ വാങ്ങിച്ച് 2 തിന്നോ? ഇല്ല, എനിക്കൊന്നും മതി. ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ടാ കഴിയട്ടെ ഗൈസ്. എനിക്കൊന്നും എടുത്തിട്ട് വേണം ജിമ്മിൽ പോകാൻ വേണ്ടി. പന്നപ്പണ സമ്മതിക്കത്തില്ല ഗൈസ്. എക്സ്പയറി എന്താണ്? ഉണ്ടാക്കി വെച്ചാലോ? ഇത് മധുരമുള്ളല്ലേ? ഞാൻ ഷുഗർ ഡയറ്റാ. ഷുഗർ മധുരം ഒന്നും ഇല്ല. പിന്നെ നീ ഇതിനകത്ത് എന്താ തേക്കാൻ പോന്നെ? വേറെ സാധനം, ഹെൽത്തി സാധനം ഇടാൻ പോന്നെ. നാളത്തെ ഷോർട്സ് ഞാൻ എന്തെങ്കിലും നിങ്ങൾ ഊഹിക്കുക. ഒന്നെങ്കിൽ എനിക്ക് ഫുഡ് പോയിസൺ നമ്മൾ കുറച്ചും കൂടെ നെയ്യിട്ടിട്ട് നമുക്ക് എന്തായാലും ഇതങ്ങ് വെക്കാം. അപ്പൊ വൈകിട്ട് നീ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. വിഷമിട്ട് ഞാൻ വൈകിട്ട് ഉണ്ടാക്കണോ ആച്ചി? വൈകിട്ടുണ്ടാകണം. ഈ ചപ്പാത്തി വേണം. അപ്പൊ നമുക്ക് അതിനെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഗ്യാസ് ഓഫ് ആക്കണം, മാറ്റി വെക്കണം. എന്താണ് ഇത്? കരിച്ചു പറിക്കും. സൂപ്പർ കരിച്ചു ഗൈസ്. അത് നമ്മളൊരു അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. ഇത്രയും കരിക്കണ്ട കേട്ടോ, ഇത്രയും വേണ്ട. ഇനി നമ്മള് ഇത് ബട്ടർ ഇടാൻ പോവാണേ കേട്ടോ. നമ്മള് ബട്ടർ ഇങ്ങോട്ട് ഇടുന്നു. ഓക്കെ, നമ്മൾ ഇതിങ്ങനെ ഇടാം. ഓക്കെ,
യെസ്, ഇത്രയ്ക്ക് ബട്ടർ വേണോ? വേണായിരിക്കും. 4 ഇടണ്ടേ? എന്തിനാണ്? ഓക്കെ, ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? എന്താ ഇത്രയും പൈസ വെറുതെ പോവോ? കണ്ടൻസ്ഡ് മിൽക്ക് എത്രയാണ്? 65 രൂപ. 65 രൂപ പോയി. ഓക്കെ, ഇത് ബട്ടറൊക്കെ ഇട്ട് ഉരുക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? ഇത് വീഡിയോ കണ്ടോ? ഇതൊന്ന് പൊളിച്ചു തരാവോ? സമയം പോയി. പൊളിച്ചരൂ. നല്ല മധുരം. നല്ല അങ്ങനെ കുറച്ചങ്ങ് ഇട്ടോ. ഓക്കെ, നമ്മളതിന് മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷുഗർ ഡയറ്റ് ആണ്, പക്ഷെ കണ്ടൻസ് മിൽക്ക് കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ നമ്മൾ ഇതിനെ ഇളക്കി എടുക്കണം. എനിക്ക് വേണ്ടത് ഷുഗർ. കഴിക്കണോ? ഇതെന്താ കഴിക്കണോ? ഇത് നിന്നെ കാണത്തില്ല, പെണ്ണെ കാണത്തില്ലേ? പിടി. കഴിക്കണോ? ഞാൻ കഴിക്കുന്നില്ല ഗൈസ്. ഓക്കെ, ഇത് അതിനകത്ത് നമ്മൾ വലിയ കട്ടിക്കാണ് കണ്ടത്. എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നു. കണ്ടൻസ് മിൽക്ക് നല്ല ടേസ്റ്റ് അല്ലേ? ചുമ്മാ കുടിച്ചോണ്ടിരിക്കാൻ കൊള്ളുന്നത്. കൊള്ളു? ചുമ്മാ കുടിച്ചോണ്ടിരിക്കാൻ കൊള്ളുന്നത്? അറിയത്തില്ലായിരിക്കും. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ലതാണ്. നീ കഴിച്ചിട്ടില്ല പിന്നെ നല്ലതെന്ന് പറഞ്ഞു. അല്ലെ, എനിക്ക് ഒരു അടിപൊളി. നല്ല രസമുണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നേരത്തെ കുടിച്ചോ? ഇത് നമ്മുടെ ബണ്ണിനകത്ത് വെക്കാനുള്ള നമ്മുടെ സൂത്രം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെ ഞാൻ വരുമ്പോഴത്തേക്ക് കഴിക്കാൻ പോത്തില്ലോ, ചൂട് അറിയിരിക്കത്തില്ലേ? അപ്പം നമ്മള് പരിപാടി ഇനി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണോ സാധനം? ഇത്രയുള്ളോ? ഇനി നമ്മൾ പാത്രം എടുക്കാം. നമ്മളെ കരിഞ്ഞ ബണ്ണ് എടുത്ത് പാത്രത്തിൽ എടുത്തു. ഓക്കെ, ബണ്ണ് എടുക്കുന്നു. ഓക്കെ, ബണ്ണ് പൊട്ടിപ്പോയി ഗൈസ്. ഇങ്ങനെ പൊട്ടാൻ പാടില്ല. അല്ല, മുറിക്കുന്നില്ല. അപ്പൊ പിന്നെ മുറിച്ചില്ല എന്താ കുഴപ്പം? മുറിച്ചാലോ? അത് പുഴുങ്ങാൻ നേരം വറക്കാൻ നേരം നമ്മൾ എണ്ണക്കകത്തിട്ട് ഞാൻ ആദ്യം വറുത്തില്ലായിരുന്നോ? അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മള് അന്നാലും പിന്നെ കുഴപ്പം എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ട വീഡിയോയില് അവര് പിന്നെയാണ് മുറിച്ചത്. അതുകൊണ്ട് നമ്മൾ ബണ്ണ് മുറിച്ചിരിക്കുകയാണ് ഗൈസ്. ബണ്ണ് ഇച്ചിരി ചൂട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മള് ബണ്ണ് ഗൈസ്. ഓക്കെ ഗൈസ്, എന്നിട്ട് നമ്മള് ഇത് അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം കാരണം ചൂട് പോട്ടെ. നമ്മുടെ ഇറാനി ചായയുടെ ഈ സാധനം നമ്മളിപ്പോ സെറ്റ് ആക്കി വെച്ചിരിക്കുവാണ്. ഓക്കെ, നമ്മൾ അതിനെ നമുക്ക് ഇതും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചില്ല. ഇതുകൂടെ പൊട്ടിച്ചു ചൂട് വെക്കാലോ. എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, നമ്മൾ മാറ്റി വെക്കുന്നു. നമുക്ക് ഇനി പാത്രം കഴുകണം. കാരണം നല്ല കുട്ടികളൊക്കെ കുക്ക് ചെയ്യുമ്പോ എങ്ങനെയാന്ന് അറിയാവോ? അപ്പൊ തന്നെ നമ്മളെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി. എന്താടാ ചെറുക്കം, അങ്ങനെയൊന്നും പറയില്ലേ. എല്ലാരും എന്നെ കുറിച്ച് എന്നെ വിചാരിക്കും. പിന്നെന്താ പറയണ്ടേ? ഓക്കെ ഗൈസ്, ഇനി നമ്മൾ പാൽ ഒഴിക്കാൻ പോണ്. ഇത് ചായക്കകത്തേക്ക് പാലൊഴിക്കുന്നു? ഇല്ലേ, ഇത് വെറൈറ്റി ചായ കണ്ടോ, മനസ്സിലാക്കോ? ദൈവമേ, എന്തോ അങ്ങോട്ടൊക്കെ അവള് കാണിക്കുന്നു. ഈശ്വര, വാച്ചിന്ന് ഗൈസ്, ഞാൻ ഭയങ്കര നെർവസ് ആവും ആരെങ്കിലും നോക്കാം. അല്ലെങ്കിൽ അടിപൊളിയായിട്ട് അല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്നാലും വീഡിയോയിൽ ഇനി നിങ്ങൾ കാണാൻ പോവാണല്ലോ, അതുകൊണ്ടാണ് ഗൈസ്. യെസ്, നമ്മുടെ കണ്ടൻസ് സാധനം എന്ന് പറയുന്നത് നല്ല. ഇത് നമ്മള് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാവോ? നമ്മുടെ പാലിങ്ങനെ തിളച്ചു വരാൻ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, കട്ടൻ ചായ നോർമൽ ചായ ചൂടാക്കി ചായപ്പൊടി ഇടുന്ന പോലെ തന്നെയല്ലേ പാലിനകത്ത് ഇട്ടെന്നല്ലേ ഉള്ളൂ? വേറെ വ്യത്യാസമുള്ളേ? വേറെ വ്യത്യാസമുണ്ട്. എന്താ? മതി കഴിച്ചേ. ഉറക്കം വീഴുന്നു. നമ്മുടെ ക്രീം ഇതാ ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. കട്ടിയായിട്ടുണ്ട്. നമ്മുടെ ക്രീം തണുത്തിട്ടുണ്ട്. നമ്മുടെ ബണ്ണ് തണുത്ത്. ഓക്കെ, നമുക്കിനി ഒരു ബൺകട തുടങ്ങിയാലോ? ഒരു പ്രാവശ്യം ആൾക്കാർ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. പെട്ടെന്ന്. അതെ അതെ.
എന്തോ കണ്ടൊക്കെ എടുത്ത് ബണ്ണിനകത്ത് കയറ്റുക കഴിച്ചു. ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? ആ ഒരു സാധനം തന്നെ വീണ്ടും വീണ്ടും ചെയ്യും. ഇതാണ് എന്തൊരു റെസിപ്പി. ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഉറപ്പായിട്ട് അടുത്ത വീഡിയോ കണ്ടോളൂ. അത്ര നല്ല റെസിപ്പിയാണ്. ചൂടാണ് മോനെ, ചൂട്. അയ്യോ ഗായ്സ്, എന്റെ ഫോണിലത്തെ ചാർജ് 5% എപ്പോൾ വേണമെങ്കിലും ഇപ്പൊ സ്വിച്ച് ഓഫ് ആകും. ഓ മൈ ഗോഡ്, എന്ത് 5 മിനിറ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ആരും ചെയ്തിട്ടില്ല അവരുടെ വീഡിയോയിലൊന്നും. ഞങ്ങൾ ഇത് പണ്ട് ഇവിടെ മറ്റേ ഇത് കിട്ടുക, ഇവിടെ ഒരു നമ്മുടെ എറണാകുളത്തൊക്കെ കിട്ടുന്ന സാധനം, മറ്റേ സ്വീറ്റ് പൊറോട്ട, മറ്റേ ഇത് ഒഴിക്കുന്നേ കണ്ടൻസ് മിൽക്കാന്ന് തോന്നുന്നു. അണ്ട് മറ്റേ എന്നാ ഞാൻ പറയുന്നത്, മധുര പൊറോട്ട. സ്വീറ്റ് പൊറോട്ട ഇങ്ങനെ സ്വീറ്റ് പൊറോട്ടയുടെ മോൾ ഈ സാധനം ഒഴിച്ചു കിട്ടും ഇവിടെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം, ഞാൻ കുറെ കഴിക്കും. അപ്പൊ നമുക്ക് നമ്മള് അടിപൊളി ബൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ബൺ ചാർജ് എടുത്തോണ്ട് വേണ്ട പൊട്ടാ. ചാർജ് പൊട്ടി. ഞാൻ എന്റെ കെട്ടിയവൻ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കില്ല. ചായ തിളച്ച് നമ്മള് ചായയില് പാലിങ്ങനെ തിളച്ച് വരുമ്പോ നമ്മള് നിർത്തണം. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇതാണ് ഇറാനി ചായയുടെ ഒരു സ്പെഷ്യാലിറ്റി. എന്താന്ന് പറയാ, കുറച്ച് കണ്ടൻസ് മിൽക്ക് നമ്മളിങ്ങനെ അതെ അതെ ഇങ്ങനെ തന്നെയാ. കുറച്ചുകൂടെ വയ്ക്കാം. ഓക്കെ ഗൈസ്, 1 സെക്കൻഡ്, ഞാൻ ചാർജർ എടുത്തോണ്ട് ഇപ്പൊ ഓടി വരുന്നതാണ്. ഗൈസ്, ഞങ്ങൾ നമ്മൾ ഫോൺ കുത്തിയിട്ട് പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ ചായ എന്തോരെയെന്ന് നോക്കാം. അപ്പൊ ചായ നമ്മള് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട്, ഇത് നോർമൽ ചായക്ക് അത് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ് ഇറാനിയൻ ടീ എന്ന് പറയുന്നത്. അതിനാണ് ഗൈസ് ഇറാനിയൻ ടീ, വേറെ ഒന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഇത് കട്ടൻ ചായ, അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനകത്ത് ഇറാനിയൻ ചായ കൂടെ ഒഴിക്കുന്നു. ഇറാനിയൻ ചായ നോർമൽ കണ്ടൻസ് മിൽക്ക് കൊടുത്ത ചായ എടുത്ത് ഒഴിക്കുന്നു. പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി സാധനം. ഇത് നമ്മള് ഇതിനകത്തേക്ക് നമ്മള് കളർ വന്നു. ഒരു കപ്പിൽ ചായ പിന്നെ കളർ വരത്തില്ല, പിന്നെ വെള്ളം. ഒരു കപ്പിൽ പാല്, മറ്റൊന്ന് ചേർക്കും ബ്രോ, മധുരമൽപ്പം ചേർക്ക്, പിന്നെ മിക്സ് കപ്പിലേക്ക് എത്തുമ്പോൾ ടേസ്റ്റ് കോഫി. ദൈവമേ, കുടിച്ചു. അപ്പം അത് ഇനി നമ്മള് നോണിന്റെ വർക്ക് കൊണ്ട് ഉണ്ടാക്കിയാണ് ഗൈസ്. നീ കുടിച്ച ടേസ്റ്റ് ചെയ്തോ? കുടിച്ച ഞാൻ ഫസ്റ്റ് ഇല്ല. കുടിച്ചോ. ശുഭം. സൂപ്പർ ഗൈസ്, പൊളി ഗൈസ്, പൊളി. വെള്ളം കൂടിപ്പോയോ? നീ വെള്ളം ഒഴിച്ചാ? അല്ല കുഴപ്പമില്ല, ഓക്കെ ആണ്. അതെ അതെ, ഇവിടെ ഉണ്ടാക്കിയതിന്റെ കുഴപ്പം. കടയിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ, അടിപൊളിയാണ് ഗൈസ്. ഇനി ഞാനില്ല, എനിക്ക് പേടിയാ. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത വീഡിയോ ജീവനും കൊണ്ട് രക്ഷപ്പെടണം. കഴിക്കടാ, കഴിക്കുവാച്ചി.